പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാ മക്കളെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവ്, പീഡിതമായ നിന്റെ രൂപത്തെ, ഉയർത്തുന്ന നിന്റെ രൂപത്തെ, രാജാവായി നിൽക്കുന്ന നിന്റെ രൂപത്തെ, രാജകീയ രൂപത്തെ എല്ലാം ഇപ്പോൾ മനസ്സിൽ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവ്, അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രയാസങ്ങൾ ഇരിക്കുന്നത് നീ ആശീർവദിക്കണമേ. ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരെ ആശീർവദിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ആരുടെയെങ്കിലും മുമ്പിൽ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വിചാരണയ്ക്കോ മജിസ്ട്രേറ്റ് മുമ്പിൽ വിചാരണയ്ക്കോ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുള്ളവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരെ, മക്കളില്ലാത്തവർ, മക്കളെ ഓർത്ത് മരിച്ചുപോയ മക്കളെ ഓർത്ത് വേദനപ്പെടുന്നവർ, ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയിരിക്കുന്നവർ, അവർക്കെല്ലാം മാനസാന്തരപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ നടന്ന സംഭവങ്ങൾ വക്കീലോട് എന്ന് പറയുമ്പോൾ വക്കീൽ എൻ്റെ കൂടെ നിയമപരമായിട്ട് നിലനിൽക്കാൻ വേണ്ടി കുറേ കള്ളത്തരങ്ങൾ കൂടി പറഞ്ഞു. നിൻ്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നിനക്ക് ഇനി ജീവിതകാലത്ത് ഈ ജന്മത്ത് കർത്താവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ആക്കി കളഞ്ഞിട്ടുള്ള നിയമ സാഹചര്യങ്ങളിലേക്ക് നീ വലിച്ചുകീഴപ്പെട്ടുള്ള സാഹചര്യങ്ങളെ അതിനെ നിയമപരമായിട്ട് സത്യസന്ധത അതിജീവിക്കാൻ പരിശുദ്ധമ്മ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire fingers, walk with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകളുടെ മേലെല്ലാം, ഏതെല്ലാം രേഖകളോ എന്തെല്ലാം ഉപകരണങ്ങളോ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ ചൈതന്യം പ്രസരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അത് നടപ്പിൽ വരുത്താൻ നിലനിൽക്കുന്ന തടസ്സങ്ങളെയും ദോഷങ്ങളെയും യേശുക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വശക്തനെ നീക്കുവാമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ
വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളൊരു പര്യടനത്തിലാണ്. മത്തായി 13:8 ഒരു വായിച്ച്. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ഇപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞാൽ 100 മേനി എന്ന് പറയുമ്പോൾ എന്താണ്, 30 മേനി എന്ന് പറയുമ്പോൾ എന്താണ്, 60 മേനി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കേരള കൺസെപ്റ്റില് ഒരു നെല്ല് മണി ഇട്ട 30 മണി നമുക്ക് ഞാറിലൂടെ അത് കിളുത്ത് ഞാറായി അത് കുലച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് 30 നെല്ല് കിട്ടിയ 30 മേനി, 60 നെല്ല് കിട്ടിയ 60 മേനി, 100 നെല്ല് കിട്ടിയ 100 മേനി. കർത്താവ് ഇന്നാണ് ഈ ഉപമ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്തിട്ടേ പറയത്തുള്ളൂ. കാര്യം എന്താണ്? 100 മേനി എന്ന് പറയത്തില്ല. കാര്യം എന്താ? വല്ല 300 മേനിയെന്ന് 400 മേനി എന്നൊക്കെ പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്, ചില വിത്തിന് അനന്തമായ സാധ്യതയുടെ വിളവുണ്ട്. നമ്മൾ ആദ്യ ദിവസത്ത് കണ്ടപ്പോൾ നിത്യതയിൽ വിളകുന്ന വിത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? നിങ്ങൾ ആദ്യത്തെ കഴിഞ്ഞ ഞായറാഴ്ചത്തൊക്കെ പോയി നോക്കിയാൽ മതി. അല്ല, ശനിയാഴ്ചത്ത് നിത്യതയിൽ വിളയുന്ന വിത്ത്. നിത്യതയിൽ മാത്രമേ അത് നമ്മളിപ്പോൾ ഭൂമി വിതക്കും ആത്മാവിൽ നിത്യതയിലാണത് കുലക്കണത്, പാകമാകണത്. അപ്പം അതുപോലെ തന്നെ ഒരു വിത്ത് വിതക്കുമ്പോൾ 400 മേനി കിട്ടണതുണ്ട്. 100 മേനിയല്ല, 400 മേനി കിട്ടും. അതെന്താണത്? വിശ്വാസത്തിന് 30 മേനി, പ്രത്യാശയ്ക്ക് 60 മേനി, സ്നേഹത്തിന് 100 മേനി. പിന്നെ എന്താണ് 400 മേനി എന്ന് പറയുന്നത്? സമർപ്പണമാണ്. സമർപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വല്ലാത്ത സംഭവം. സമർപ്പണം എന്ന് പറഞ്ഞ് ഇന്ന് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിച്ചിരിക്കുന്ന ഒരു വാക്കാണ് സമർപ്പണം. വഴിയോരത്ത് നേർച്ചപ്പെട്ടിയിലും സമർപ്പണം എന്ന് എഴുതിയിട്ടുണ്ട്. അടിമ വെക്കാൻ ചെല്ലുമ്പോൾ അവിടെ സമർപ്പണം ചെയ്തിട്ടുണ്ട്. സമർപ്പണം അതൊന്നും അല്ലായിരുന്നില്ല. സങ്കടം വരുന്നതൊക്കെ കാണുമ്പോഴേ അതായത് സമർപ്പണം അല്ലല്ലോ അതൊന്നും. അതൊക്കെ സമർപ്പണമാണ്. സമർപ്പണത്തിന്റെ ഏറ്റവും ലഘുരൂപങ്ങളാണ് അതൊക്കെ. സമർപ്പണം എന്ന് എന്താ മക്കളെ? ഒരു മനുഷ്യന് ഒരു കുറവ് ഇറച്ചിയായിട്ട് അപ്പൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി വിറകെ തൂങ്ങിയ കഥയാണല്ല, സംഭവമാണല്ല വചനം എന്ന് പറയുന്നത്. ആ മനുഷ്യൻ അവസാനം കഴിഞ്ഞ് അപ്പൻ എന്നെ കൈപിടിക്കരുത്, ഞാൻ പറഞ്ഞു പോയില്ല അപ്പ എന്ന് നിലവിളിക്കും. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കും, എൻ്റെ അപ്പനോട് എനിക്ക്, അപ്പൻ എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. അതൊരു ചങ്കായിരുന്നു ശരിക്കും, അതൊരു ധൈര്യമായിരുന്നു. പക്ഷെ കുരിശിൽ അപ്പനോ മകനെ അപ്പനെ ഉപേക്ഷിക്കേണ്ടി വന്നൊരു കഥയുണ്ട്. അപ്പം മകൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് 400 മേനി എന്ന് പറയുന്നത്. എന്താണ്? എലോയ് ലമ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അവനും ചോദിക്കും, നീയും ചോദിക്കണം. ചോദിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. നീ വൃത്തിയുള്ളവനാണെങ്കിൽ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ചോദിക്കണം, അതിന് ഉത്തരം ഉണ്ടാകുകയും ചെയ്യരുത്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞത്, കർത്താവേ ഞാൻ തൊണ്ട കൊണ്ടാണ് നിനക്ക് വേണ്ടി ജീവിച്ചത്. ചിലപ്പോൾ ഈ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയും. അതുകൊണ്ട് ക്യാൻസർ വരത്തതിലെന്നല്ല,
ഞാൻ കർത്താവിന് എൻ്റെ തൊണ്ട സമർപ്പിക്കും, ഇഷ്ടമുള്ള ചെയ്യാൻ വേണ്ടി. അതെന്താ കാരണം? എന്താ കാര്യം? നമ്മൾക്ക് ഈ ഭൂമിയിൽ ഇന്ന് പിരിയുമ്പോൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണത്. സുന്ദരമായ ചോദ്യം, ഉത്തരം ഉണ്ടാകുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ചോദിക്കാൻ പറ്റിയ ചോദ്യം. അപ്പാ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന്. അങ്ങനെ ചോദിക്കാതെ ദൈവത്തിൽ നീ പോകരുത്. എന്താ കാര്യം എന്നറിയാവാ? എല്ലാ ഉത്തരവും ഭൂമിയിൽ തരാനുള്ളതല്ല. ചില ഉത്തരങ്ങൾ അടുത്ത് എത്തുമ്പോൾ തരാനുള്ള ഉത്തരങ്ങളാണ്. അതുകൊണ്ട് അപ്പം മിണ്ടത്തില്ല. അതിന് ഉത്തരം ഇല്ലാഞ്ഞിട്ടല്ല, അത് പറയാനുള്ള സമയമായിട്ടില്ലെന്ന് പറയും. ഇപ്പം അപ്പൻ ചെയ്യാനുള്ള കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പം അത് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ചെവി പറയും, ജീസസ്, നീ ഇങ്ങോട്ട് നീ ചോദിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം ടൈം ഓഫ് ദി ഫാദറാണ്, അപ്പായുടെ സമയമാണ്, നിന്റെ സമയം കഴിഞ്ഞു. അപ്പം നിനക്കിനി പറയാനുള്ളത് ലാസ്റ്റ് കൺക്ലൂഷൻ മാത്രമേ എഴുതി ചേർക്കാൻ പറ്റത്തുള്ളൂ. ഇനി മാറ്റർ എഴുതാൻ പറ്റത്തില്ല. ഒൺലി കൺക്ലൂഷൻ. വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ എന്ന് ചോദിക്കും. അപ്പോഴേ ഈശോ പറയും, ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. അപ്പയെ കാണുന്നില്ല, അപ്പ ഉപേക്ഷിച്ച് എനിക്ക് തോന്നണ പോലെ എനിക്ക് തോന്നണം. പക്ഷേ ഐ കമണ്ട് മൈ സ്പിരിറ്റ്, ദാറ്റ് ഈസ് മൈ കൺക്ലൂഷൻ. എൻ്റെ ജീവിതത്തിൻ്റെ കൺക്ലൂഷൻ അതാണ്. എന്താണ്? ഞാൻ എന്നെ സമർപ്പിക്കണം. വെദർ യു റിസൻ മീ ഓർ നോട്ട്, ഐ ഡോണ്ട് മൈൻഡ്. ഐ അഡ്വക്കേറ്റ് ടു യുവർ മൈൻഡ്, യുവർ ഹാർട്ട്. I am your beloved son, as you said. നീ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ നിന്റെ പ്രിയപുത്രനായി ഈ ഭൂമിയിൽ നിന്ന് നിന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു. ഇതാണ് 400 മേനി എന്ന് പറയുന്നത്. കർത്താവ് 400 മേനി കൊയ്യണതിന് മുമ്പ് നമ്മളൊക്കെ 100 മേനി വരെ പറഞ്ഞിട്ടുള്ളല്ല. കർത്താവ് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ 400 മേനിയും നിങ്ങൾ കൊയ്യും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. അതായത് ഉടമ്പടിയുടെ ഹാർവസ്റ്റിംഗ് നോക്കുമ്പോൾ ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണ് ദൈവസ്നേഹത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അവർ കൂടുതൽ കൊയ്യും. ആർക്കാണ് കൊടുക്കണത്? ആ സന്തോഷത്തോടെ പോയി ആ വചനം വായിച്ചോളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മത്തായി 13:44. മത്തായി ശ്ലീഹ സുവിശേഷം 13-ാം അധ്യായം 44-ാമത്തെ വാക്യം വായിച്ചോളൂ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന, ഏറ്റു പറഞ്ഞേ, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അപ്പോഴേ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമുക്ക് ഉള്ളത് ചിലപ്പോൾ ഉറക്കമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉറക്കം കൊടുത്തിട്ടുണ്ട് ദൈവത്തിന്. കാര്യം 2 മണി വരെ ഇരുന്നൊക്കെ വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും, രാത്രി തന്നെ 12 മണി തൊട്ട് 2:30 മണി വരെ നിന്ന് 10 കൊല്ലം സെമിനാരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്ത് ഉണ്ടാവുകയെ. ഭവിഷ്യത്തൊക്കെ കർത്താവ് നോക്കണം. അതെൻ്റെ വിഷയമല്ലെന്ന് ഞാൻ പറയും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യണത് സന്തോഷത്തോടെയാണ്. അല്ലാതെ അയ്യോ ഇനി ഉറക്കം പോവില്ല, അയ്യോ ഇന്ന് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇനി 10 പത്രം കൂടി ഉണ്ടല്ല, ഇത് ആർക്ക് കൊടുക്കാനാണ്? കൊടുത്ത വീട്ടിൽ തന്നെ കൊടുക്കുമ്പോൾ ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയും, ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയും. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അപ്പോൾ ആ 2 വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കൊടുക്കാതെ പോരും. അത് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും. അതെങ്ങനെയാണ് വീട്ടിൽ വെക്കണത്? അളിഞ്ഞ മോന്തമായിട്ടാണ് പോരണത്. അതാണ് കുഴപ്പം. മിഷനല്ലപ്പത്, ഫങ്ഷനാണ്. അഭിഷേകമായിട്ടില്ല. മറിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അടുത്ത വീട്, ഏത് വീടാണ് പത്രം കിട്ടാത്തത് അവിടം വരെ പോകാനുള്ള സന്തോഷം ഉണ്ടാകണം. കാര്യം മിഷൻ ചെയ്യണത് അങ്ങനെയാണ്. മറ്റതെല്ലാം ഫങ്ഷനാണ്.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അഭിഷേക വഴികളിലെ ഫംഗ്ഷൻ അല്ലാതെ മിഷൻ ചെയ്യാൻ സന്തോഷത്തോടെ ചെയ്യാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. നിന്നെ അറിയിക്കുവാൻ അറിഞ്ഞവരെ നിൻ കൃപ മതി എനിക്ക് നാഥാ, നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. എൻ്റെ മകളുടെ ശരീരം ഇങ്ങനെ പുതുക്കി ഉടമ്പടി മുന്നേറണ കാണാം. എനിക്ക് ഉടമ്പടി 2 പ്രാവശ്യം പുതുക്കി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അപേക്ഷ, നിങ്ങൾ ആ വിഷയം വിട്ട് കളയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ 2 പ്രാവശ്യം മീൻസ് 90/90 180 ദിവസം നിങ്ങൾ പുതുക്കി ഒരേ വിഷയം വെച്ചാൽ പുതുക്കണത് അല്ലേ. ഇനി 3-ാം പ്രാവശ്യം നിങ്ങൾ പുതുക്കുകയാണെങ്കിൽ ആ വിഷയം നിങ്ങൾ വിട്ടുകളയണം. എന്താ കാര്യം എന്നറിയാമോ? വിഷയം വെച്ചോ, പക്ഷെ അത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കരുത്. എനിക്ക് ജോലിയില്ലല്ലോ, എനിക്ക് കല്യാണം ഇല്ലല്ലോ, എൻ്റെ ചിട്ടി വീണില്ലല്ലോ, എൻ്റെ ലോൺ പാസ്സായില്ലല്ലോ, വിഷയം ചോദിച്ചുകൊണ്ട് നടക്കരുത്. അതായത് 2 പുതുക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിഷയം വിട്ടുകളയണം. പിന്നെ എന്ത് വിഷയം എടുക്കണം? വിട്ടുകളയല്ല, നിങ്ങൾ എടുക്കേണ്ട വിഷയമുണ്ട്. എടുക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗോഡാണ്. കർത്താവേ, നിൻ്റെ ആനുകൂല്യങ്ങളും അനുഗ്രഹമല്ല, നീയാണ് എനിക്ക് വേണ്ടത്, വിലപ്പെട്ടവൻ. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ കാര്യം ഈ നൊവേന ദിവ്യകാരുണ്യ ആരാധനയിൽ ഇവിടെ കൂടുമ്പോഴല്ലേ സാന്നിധ്യമുള്ളൂ. ദിവ്യകാരുണ്യ ആരാധന വെക്കുമ്പോഴേ ആ ആരാധന നടക്കുന്ന സമയത്താണ് അതിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാക്കണത്. അത് കഴിയുമ്പോൾ കുർബാന അടക്കം ചെയ്യും. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഈ സാന്നിധ്യം ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകും. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. നിങ്ങൾ പുതുക്കി കഴിയുമ്പോൾ ഉടനെ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ വിവാഹം എന്ന് പറഞ്ഞ് ഇപ്പോഴും നിങ്ങൾ ആ വിഷയത്തിൻ്റെ അടിസ്ഥാനം മാറ്റിയിട്ട് നിങ്ങളുടെ വിഷയം, എൻ്റെ വിഷയമേ കർത്താവേ നീയാണെന്ന് പറയണം. എന്താണ്? കാരണം ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ നിയോഗം എന്താണ്? പ്രസൻസാണ്. മറ്റ് ജപമാലയിൽ നിന്ന്, നൊവേനയിൽ നിന്ന്, പള്ളികളിൽ നടക്കുന്ന ആരാധനകളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നത് ഈ പ്രസൻസാണ്. പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസാന്നിധ്യം. ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എബ്രഹാത്തിനോട് ചെയ്തപ്പോഴും അതുപോലെ തന്നെ മോസസിനോട് ചെയ്യുമ്പോഴും ജോഷുവയോട് ചെയ്യുമ്പോഴും ദൈവം പറയണത് ഈ സാന്നിധ്യമാണ്. എന്താണ്? ഐ വിൽ ബി വിത്ത് യു വേറെവർ യു ഗോ, ഐ വിൽ കം വിത്ത് യു. എവിടെ നീ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. അപ്പോൾ ഉൽപ്പത്തി 33:14 ജോഷുവ 9:1. അതെല്ലാം ഇതെല്ലാം സാന്നിധ്യത്തിൻ്റെതാണ്. ഈ സാന്നിധ്യം ഉടമ്പടിയിലുള്ള ഈ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കണത് ഇക്കാലത്ത് മനുഷ്യർ അനുഭവിക്കണത് മരിയൻ ഉടമ്പടിയിൽ നിന്നാണ്. അങ്ങനെയാണ് ഈ സഞ്ചാരി മാതാവൊക്കെ വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി. ജയമോള് തെരേസ സുനിൽ മണർകാട് പാലക്കാട് മണർകാടിൽ നിന്ന് തെരേസ സുനിലെന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യമായി. അപ്പോൾ ഇവളെ പല കാലങ്ങളിൽ ഉടമ്പടി എടുക്കണം, ഉടമ്പടിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഈ പാലക്കാട് മണർകാട് നിന്ന് അവിടെ നിന്ന് ആരാ വരുന്നതെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് 10 പേര് വരുന്നുണ്ടെങ്കിൽ 10 സ്ഥലത്തു നിന്നല്ലേ വരണത്. മണർകാട് തന്നെ പല സ്ഥലത്തു നിന്നല്ലേ ആൾക്കാർ വരുന്നത്. അപ്പോൾ അവർക്ക് തമ്മിൽ അറിയത്തില്ല എങ്ങനെ. അപ്പം ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോകും ആലപ്പുഴ, ഞാനെങ്ങനെ ഉടമ്പടി എടുക്കും, ഉടമ്പടി എടുത്താൽ എൻ്റെ പ്രശ്നം തീരും എന്നിവർ മനസ്സിൽ പറയുന്നുണ്ട്. പണ്ട് രക്തസ്രാവക്കാർ രോഗി പറഞ്ഞ പോലെ മനുഷ്യൻ പറയുകയാണേ,
അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നെന്ന് പറയത്തില്ലേ? ഈ ഉള്ളിൽ കരുതിയ ആൾക്കാർ ഇന്നുമുണ്ട്. ഈ തെരേസാ സുനിലെ മണ്ണക്കാട്, പാലക്കാട് ഈ വിഷയമാണ്. അതായത് അവളുടെ പ്രശ്നം എന്താ? പട്ടയം കിട്ടണില്ല, അതാണ് പ്രശ്നം. പട്ടയം പുരയിടത്തിന് 40 സെൻറ്റ് ജീവിക്കാൻ ഭൂമിയുണ്ട്, ഈ ജീവനാംശത്തിന് പട്ടയമില്ല, അതാണ് പ്രശ്നം. അതിന് ഭയങ്കര കുരുക്കുകളും വേറെ ആൾക്കാരുടെ തർക്കങ്ങളും വേറെ ആൾക്കാരുടെ ബെൻഡ് വെപ്പും കൊണ്ട് വർഷങ്ങളായിട്ട് പട്ടയമില്ല. അതുകൊണ്ട് ഉടക്കാനും തുളക്കാനും പറ്റത്തില്ല, ലോൺ എടുക്കാൻ പറ്റത്തില്ല, ഈട് വെക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ പൊറുക്കണമെന്ന് മാത്രം. വീട് പോലും മര്യാദയ്ക്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം പറ്റിച്ചിട്ട് ചോദിക്കും. നമ്മൾ വീട് റിപ്പയർ ചെയ്യാൻ ചെല്ലുമ്പോഴും അതിൻ്റെ നമ്പർ ഇടാൻ ചെല്ലുമ്പോഴും പറ്റിച്ചിട്ട് ചോദിക്കും. അപ്പം നിന്നുറഞ്ഞു പോണ ഒരു ജീവിതമാണ്. പട്ടയം കിട്ടുന്നത് നമുക്ക് നിസ്സാരമാണ്, അത് അനുഭവിക്കുന്നവർക്കറിയാം. നിന്നുറഞ്ഞു പോണ ജീവിതമാണ്. അപ്പോൾ ഈ തെരേസാ സുനിൻ്റെ മനസ്സിലുണ്ട്, ആലപ്പുഴ പോയാൽ അമ്മയുടെ തുടമ്പടി ചെയ്താൽ രക്ഷപ്പെടും, പക്ഷെ ഞാനെങ്ങനെ പോകും? അതാണ് അവൾ വിചാരിക്കുന്നത്. എനിക്കറിയത്തില്ല ആരാണ് പോണത്. ആലപ്പുഴ ഒന്നും വന്നിട്ടില്ല, എറണാകുളത്ത് പോലും വന്നിട്ടില്ല. പാലക്കാട് നിന്ന് വരണവേ. ഞാൻ ഈ സൈലൻറ്റ് വാലിലൊക്കെ 2 പ്രാവശ്യം പോയത് കാരണം എനിക്കിത് സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ നമ്മൾ ഇപ്പോൾ സെക്യൂരിറ്റി പോകുമ്പോൾ മണ്ണക്കാട് വഴിയല്ലേ ചിലർ പോകണത്, അപ്പോൾ സ്ഥലമറിയാം. പക്ഷേ അവിടുന്ന് ആ ഇടഗ്രാമങ്ങളിൽ നിന്ന് നമ്മൾ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വരിക പാടാണ്. അപ്പോൾ ഇവളിങ്ങനെ സങ്കടപ്പെടും, മാതാവേ ഞാൻ എങ്ങനെ വരും, ആരെങ്കിലും എന്നെ കൂട്ടുകൊണ്ട് പോയിച്ചെങ്കിൽ, ഇവിടെ വരുന്ന ആരെങ്കിലും കണ്ടേച്ചെങ്കിൽ, എങ്കിലും കാശൊക്കെ വേണ്ടേ? ഇവിടെ വന്ന് പോകണമെന്ന് വെച്ചാൽ 10,800 രൂപയെങ്കിലും വേണ്ടേ എന്ന് വിചാരിച്ച് എങ്ങനെ ഇരിക്കുക, മടുത്തും മടിഞ്ഞുമൊക്കെ ഇരിക്കണ സമയത്ത് ഒരു ദിവസം ഒരു ചാരമേഘം ഇവളുടെ മുറിയിലോട്ട് കയറി വരും. അപ്പോൾ ഇവിടെ ആകെപ്പാട് തണുത്തു പോകും. ഒരു ചാരമേഘം ഇങ്ങനെ കയറി വരും അവളുടെ മുറിയിലോട്ട്. ഉടനെ ഇവളങ്ങ് തണുത്തു പോകും. അതോടുകൂടി ഇവള് വിളിച്ച് കൂട്ടുകാരത്തെ വിളിക്കും, എടി ഒരു ചാരമേഘം വന്നു എന്നെ തണുപ്പിച്ചെന്ന് പറയും. ഉടനെ കൂട്ടുകാരത്തി പറയും, എടി അത് കൃപാസനം മാതാവാണ്, നീ പോയി ഉടമ്പടി ചെയ്യ്, നിൻ്റെ പട്ടയത്തിൻ്റെ കാര്യം അമ്മ ചെയ്തു തരുമെന്ന് പറയും. இனி அந்த பாம்புக்கு பிரச்சனை இல்லை, அது எனக்கு சும்மா பேடி. எப்போ அதை நினச்சி பயந்து நான் சாவுவேன். ராத்திரி ஒரு நேரம் உறங்குறதே இல்லை. ஆனால் பாம்பு ஒரு நாள் ஒரு பெரிய பாம்பு கொன்னதுலேருந்து சும்மா வீட்டில் நோயும் இதை நினச்சி நாங்கள் வருத்தப்பட்டு நான் உறங்காத இருந்து இங்கே வந்த பிறகு மனசில் ஒரு தைரியம், ஏன்னா அம்மா இருக்கிறாரு, நான் உடம்படி எடுத்தாச்சு, எனக்கு இனி ஒன்றும் வராது, என்னத்தை வந்தாலும் அம்மையிட்ட போடுங்க. இல்லைன்னா ஒரு சின்ன காரியம் இருந்தாலும் இதை நினச்சி நான் வருத்தப்பட்டு ஒவ்வொரு நாளையும் கழிச்சது. ஒரு சின்ன அடிபட்டாலும் இது വലിയതായിട്ട് വരുമോ, இப்படி தான் யோசிக்குது தானே. இப்படி யோசிச்சு நான் நிறைய வேதனைப்பட்டுட்டு. ஆனால் இந்த அம்மா மாதா காலையில் நான் ஃபஸ்ட்டு தடவை நான் வந்தப்போ எனக்கு மாமாவுக்கு பொண்ணு சொன்னால் நான் எல்லா மாதம் வருவேன், நீ எதுக்கு எல்லா மாதம் வர, அது ஒரு தடவை போனால் போகிறா எப்படி சொன்னி. ஆனால் நான் வந்த பிறகு இப்போ அம்மா எனக்கு தந்த அனுகிரகத்தை நினச்சி நான் எல்லா மாதம் எனக்கு உயிரோட்டுக்குள்ள வரணும் அப்படின்னு நான் நினச்சிட்டு இருக்குது. எனக்கு அம்மா செய்த எல்லா அனுகிரகங்களுக்கும் கோடான கோடி நன்றி. സ്നേഹമുള്ളവർ, ആദ്യമായിട്ട് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. കാരണം എന്തെന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനം പരിശുദ്ധ അമ്മയുടെ ചിത്രമുള്ള ഒരു കീ ചെയിൻ. ഈ കീ ചെയിന് എനിക്കെൻ്റെ പെങ്ങൾ കൊണ്ടുതരുന്നു. ഞാനത് വാങ്ങിച്ചു വെക്കുന്നു. എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് വീടിൻ്റെ താക്കോലിലിടാം. ഞാൻ പറഞ്ഞു വേണ്ട, എന്നാൽ അലമാരിയിലിടാം, അല്ലെങ്കിൽ അലമാരിയുടെ താക്കോലിലിടാം എന്നോട് കൊച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഈ താക്കോൽ എന്തിനാടാ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നിലവിലൊരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി നഷ്ടപ്പെട്ട് ഞാനിങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മകളോട് പറഞ്ഞു, മോനെ നമുക്കൊരു വണ്ടി എന്ന് അച്ഛ വാങ്ങുന്നു അന്ന് അച്ഛ ഈ കീച്ചേന് ആ വണ്ടിയുടെ താക്കോലിൽ ഇടും എന്ന് പറഞ്ഞതിൻ്റെ 3-ാമത്തെ ദിവസം ദൈവകൃപയാൽ എനിക്കൊരു ബൊലോറ വാങ്ങാനായിട്ട് സാധിച്ചു. കാരണം ഞാൻ നോക്കി വെച്ചിരുന്ന വണ്ടി വേറെയാണ്,
എൻ്റെ ഇടവകാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടൻ ബൊലോറോ അല്ലാതെ ഒരു വണ്ടി വാങ്ങിച്ചുകൊണ്ട് പള്ളിമുറ്റത്തേക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, എനിക്ക് പൈസ ഇവിടുന്ന് എനിക്ക് വീടില്ല, സ്വന്തമായിട്ട് സ്ഥലമില്ല, ഒന്നുമില്ലായിരുന്നു. ഒരു 4 സെൻറ്റ് സ്ഥലം വാങ്ങി ആ സ്ഥലത്തിന് കൊടുക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ എൻ്റെ വൈഫും ഞാനും കൂടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ആ പൈസ എടുത്താണ് ഈ 1 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ വണ്ടി വാങ്ങുന്നത്. ആ വണ്ടി വാങ്ങി അച്ഛനടുത്ത് ചെന്നു, വണ്ടി വെഞ്ചരിച്ചു. അപ്പോഴേ ഞാൻ ആ കീച്ചനെടുത്ത് വണ്ടിയുടെ താക്കോലയിലിട്ടു. എൻ്റെ വൈഫിൻ്റെ സംഘത്തിൽ നിന്ന് 2000 രൂപ കടം വാങ്ങിച്ച് ആ വണ്ടിക്ക് ഡീസലടിച്ച് നെടുങ്കണ്ടത്ത് നിന്നും, അതായത് ഞാൻ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നെടുങ്കണ്ടത്ത് നിന്ന് 9 കിലോമീറ്ററോട്ട് പോകണം, മലയാളംപാറയാണ് താമസിക്കുന്നത്. അവിടുന്ന് 2000 രൂപയുടെ ഡീസലടിച്ച് ഞാൻ ഈ കൃപാസന അമ്മയുടെ സന്നിധിയിൽ വന്ന് സാധാരണ ആൾക്കാർ വരുന്ന കണക്കല്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇവിടെ വന്നു, 2 തിരി കത്തിച്ചു, ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, നേർച്ചയിട്ടു, ഞാൻ പോയി. ഞാൻ കുർബാനയിൽ പങ്കെടുത്തില്ല, വേറെ ഒന്നിനും നിന്നില്ല. ഞാനിവിടെ തിരിച്ചുപോയി. ഞാൻ 3 മണിയായപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, നിങ്ങൾ കൃപാസനത്തിൽ തന്നെയാണോ പോയേ എന്ന് ചോദിച്ചു. കാരണം ചോദിക്കാൻ കാര്യമുണ്ട്. 32 വർഷമായിട്ട് ഞാൻ മദ്യപാനത്തിന് അടിമയായിരുന്നു. 1 ലിറ്റർ മദ്യം ഒരു ദിവസം എനിക്ക് വേണമായിരുന്നു. 1 ലിറ്റർ മദ്യം ഒരു ദിവസം എനിക്ക് വേണമായിരുന്നു.